പുതിയ ഇന്ത്യൻ സൂപ്പർ ലീഗിന് മുന്നോടിയായി ഈ മാസം 20-ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കുന്ന സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം പ്രതീക്ഷയാണ് ഉള്ളതെന്ന് നോക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ ആദ്യ മത്സരവേദിയാണ് സൂപ്പർ കപ്പിലെ ഈ മാസം 20-ന് നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം. കറ്റാലയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ മത്സരവും സൂപ്പർ കപ്പിലെ തുടർന്നുള്ള മാച്ചുകളും. ശരിക്കു പറഞ്ഞാൽ ഒരു ഡു ഓർ ഡൈ എന്ന് തന്നെ പറയാം. തന്റെ ആവനാഴിയിലെ സകല അസ്ത്രങ്ങളും കറ്റാല പ്രയോഗിക്കും. അത്രമേൽ സമ്മർദ്ദമുണ്ട് ഡേവിഡ് കറ്റാല എന്ന പരിശീലകന് മേൽ. സമ്മർദ്ദം തനിക്ക് പുത്തരിയല്ലെന്നും താൻ അതൊക്കെ ആസ്വദിക്കുന്നുവെന്നും കറ്റാല പറയുന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും കറ്റാലയെ സഹായിക്കില്ല. പ്രധാനമായും ഹെസൂസ് ഹെമിനസ്, നോവ സദോയി, അഡ്രിയാൻ ലൂണ ത്രയത്തിന്റെ പ്രകടനം തന്നെയാവും ഡേവിഡ് കറ്റാലയുടെ കുന്തമുന. ഈ മൂവർ സംഘത്തിലൂടെയുള്ള ആക്രമണം കടുപ്പിക്കുമ്പോഴും സുസജ്ജമായ ഒരു മിഡ്ഫീൽഡും ഒപ്പം കടുകട്ടിയിൽ തകർക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധവും സൃഷ്ടിക്കാൻ പരിശീലകൻ ശ്രമിക്കും. ലൂണയുടെ ക്യാപ്റ്റൻസിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് സൂപ്പർ കപ്പിൽ കളത്തിലിറങ്ങുക. മറ്റൊരു ഓപ്ഷനും തൽക്കാലം കോച്ചിന് മുമ്പിൽ ഉണ്ടാവില്ല. കറ്റാലയുടെ തന്ത്രങ്ങളും തങ്ങളുടെ പൊസിഷനിങ്ങും ടീമിലെ താരങ്ങൾക്ക് നിർണായകമാവും. കളിക്കാരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന തന്ത്രങ്ങളും നീക്കങ്ങളും കറ്റാല പയറ്റും. ഇതുവരെ ടീമിൽ പരിക്കുകൾ ഇല്ല എന്നുള്ളത് പരിശീലകനും ക്ലബിനും ഒരുപോലെ ആശ്വാസകരമാണ്. കഴിഞ്ഞ സീസണിലെ വലിയ പരാജയം മറക്കുന്ന മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കളിക്കാരും നിർബന്ധിതരാവും. കാരണം പുതിയ സീസണിൽ ക്ലബിൽ തുടരാനും കറ്റാലയുടെ പുതിയ സ്ക്വാഡിൽ ഇടം നേടാനും അതേ മാർഗമുള്ളൂ. ഒരു തരത്തിൽ സൂപ്പർ കപ്പ് മത്സരങ്ങൾ താരങ്ങളുടെ വിലയിരുത്തലും മാർക്കിടിയിലും ഒക്കെയാണ്. ആരൊക്കെ തുടരണം, ആരൊക്കെ പുറത്തു പോകണം എന്ന് തീരുമാനിക്കപ്പെടുന്ന നിർണായക മത്സരങ്ങൾ. അതിനനുസരിച്ചാവും ജൂണിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെയുള്ള നീക്കങ്ങളും. 10 ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇനി സൂപ്പർ കപ്പ് ആരംഭിക്കുവാൻ ബാക്കിയുള്ളത്. ക്ഷമയുടെ നെല്ലിപ്പലക തന്നെ കണ്ടു നിൽക്കുന്ന ആരാധകർ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അത്ഭുതങ്ങളിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.